ഞാൻ ചിലരോട് പറയും, പ്രശ്നമായ വഴക്കായ സാരമില്ല, നീ തന്നത്തെ ഇറങ്ങി പോകുന്ന ആളല്ലേ, നീ മര്യാദയ്ക്ക് കഴിച്ചെല്ലാം പറയും. ഞാൻ എത്ര പറയത്തുള്ളൂ, പിന്നെ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കളയും. കാരണം ആൾക്കാരെ 2 മിനിറ്റല്ലേ കിടത്തുള്ളൂ. അപ്പോൾ ഇവിടെ തന്നത്തെ ഇറങ്ങിപ്പോയാണെന്ന് എനിക്കറിയത്തില്ല. കർത്താവിനോട് പറയും, ഇവിടെ തന്നത്തെ ഇറങ്ങി പോകുന്നതാണ് വഴക്കുണ്ടാക്കിയത്. അപ്പോൾ ഞാൻ പറയും, നീ തന്നത്തെ ഇറങ്ങിപ്പോയ ആളല്ലേ, നീ തന്നെ പോയിക്കൊള്ളാൻ പറയും, നീ തന്നെ റെസെറ്റ് ചെയ്യാൻ പറയും. പക്ഷേ ഇവിടെ ജന്മം കൊണ്ട് പോകത്തില്ല. കാര്യം ഇവർക്ക് ചമലല്ലേ. കാര്യത്തിൽ ഇവിടെ തന്നത്തെ ഇറങ്ങിപ്പോയതാണ്. അപ്പോൾ നമ്മളവിടെ എളിമപ്പെടണം. എളിമപ്പെട്ടിട്ട് സോറി പറയാൻ ബാധ്യസ്ഥമാണ്. പക്ഷേ ഈ അഹങ്കാരം ഹുങ്ക് പിടിച്ച സാധനം ഈ ജന്മത്തെ സോറി പറയത്തില്ല. കാരണം മർക്കടം മുട്ടിയാണ്. കുരങ്ങിൻ്റെ പരിപാടി അതല്ല. അകത്ത് ശർക്കര പോയി കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ തല്ലിക്കൊല്ലാൻ വേണ്ടി വരുമ്പോഴും ആ ശർക്കര ഒന്നും വിടത്തില്ല ഒരിക്കലും. അതാണ് മർക്കടം മുട്ടി എന്ന് പറയുന്നത്. പണ്ട് കുരങ്ങനെ പിടിക്കുന്ന പരിപാടി അങ്ങനെ ഇരുന്നില്ല. തൊണ്ണെന്ന് പറഞ്ഞാൽ കരിക്ക് തുളച്ച് അതിൻ്റെ അകത്ത് ശർക്കര കൊണ്ടിട്ട് വെക്കും. അപ്പോൾ കുരങ്ങ് വന്ന് വെച്ച് ഇതിൻ്റെ അകത്ത് കൈയിടും. കൈയിട്ട് കഴിയുമ്പോൾ ശർക്കരക്കരി പിടിക്കും. അപ്പോഴേ പിടിക്കുന്ന സമയത്ത് ആൾക്കാർ കുരങ്ങനെ പിടിക്കാൻ വേണ്ടി കുരങ്ങ് രസായത്തിന് മടിയും കൊണ്ട് വരും. അപ്പോൾ പക്ഷേ കുരങ്ങ് വിട്ട് കൊടുക്കത്തില്ല. ആ ശർക്കരന്ന് വിടത്തില്ല അവൻ. മര്യാദക്കാവും ബുദ്ധിപൂർവ്വം ഒരു വിവേകം ഉണ്ടെങ്കിൽ ആ കൈ വിട്ടാൽ ഊരിക്കൊണ്ട് പോകാൻ പറ്റും. പക്ഷേ പാവപ്പെട്ട വിടത്തില്ല. ഇങ്ങനെ മർക്കട മുട്ടിയോടുകൂടി തമ്മിൽ തല്ലി തലകീറി മക്കളെ വഴിയാധാരമാക്കി മരിച്ചുപോയ മനുഷ്യർ എന്തുമാത്രമാണ്. അതുകൊണ്ടാണ് അനുതാപം അവിടെ വരണത്. ഇത് ഒറ്റ നടക്ക് പോകത്തില്ലേ. അനുതാപം വരണം അവിടെയാണ്. ഈ വിഷയത്തിൽ നിനക്ക് അനുതാപം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അനുതാപം എന്ന് പറഞ്ഞാൽ എന്താണ്? നിൻ്റെ ജീവിത വിഷയത്തിൽ നിന്നേക്കാൾ വലുതായിട്ട് ക്രിസ്തുവിനെ കാണുന്നതാണ് അനുതാപം.